Hi. ഹായ് ഗായ്സ്, ഇറ്റ്സ് മൈ ഫേസ്റ്റ് ലോങ് വ്ളോഗ്. അപ്പയുടെ ബർത്ത്ഡേ ആണ്. അപ്പോൾ രാത്രി തന്നെ ഞാനൊന്ന് വിഷ് ചെയ്യാൻ പോയ വിഷിലായിരുന്നു ഈ കണ്ടത്. ചെന്ന് കയറിയത് അപ്പനൊന്ന് സമയം നോക്കി, എന്തിന് ഈ പാതിരാത്രി എന്നെ വിളിച്ചെണീപ്പിച്ച് വിഷ് ചെയ്തു. ശരി, ഓക്കെ, നീ പോയി കിടന്നു എന്നുള്ള പുച്ഛമാണ് ആ മുഖത്ത് കാണുന്നത്. അപ്പോഴാണ് അപ്പൻ എൻ്റെ രണ്ടാമത്തെ ക്യാമറ കാണുന്നത്. അതെന്താ അവിടെ? ക്യാമറ, ഓക്കെ ഓക്കെ ഓക്കെ, പോയി കിടന്നോ എന്നുള്ള ഭാവമായിരുന്നു ആ മുഖത്ത് കണ്ടത്. അത്രയും പുച്ഛം അപ്പൻ്റെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാത്തതുകൊണ്ട് തന്നെ ഞാൻ ഉച്ചവരെ അന്ന് കിടന്നുറങ്ങി ആ സങ്കടത്തിൽ. അതിനുശേഷം അപ്പയുടെ ബർത്ത്ഡേക്ക് നമ്മൾ എല്ലാ കൊല്ലവും എങ്ങോട്ടെങ്കിലും പോകലുണ്ട്. അപ്പോൾ ഒന്ന് പുറത്തൊക്കെ പോയി വന്ന് ഈ കാരണവന്മാരെന്തെങ്കിലും ആഗ്രഹം എന്നാൽ സാധിച്ചു കൊടുക്കണം എന്നാണല്ലോ. അപ്പം ഏതോ ഒരു റീല് കണ്ട് ഒരു തട്ടുകട കണ്ടുപിടിച്ചതായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അവിടെ ചെന്നപ്പോൾ ആംബിയൻസ് ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ വന്ന് സാധനങ്ങളെല്ലാം മേടിച്ചു. ഒരു കേക്കും മേടിച്ച് വീട്ടിൽ പോയി. പിന്നെ അങ്ങോട്ട് എൻ്റെ പായസം പ്രിപ്പറേഷനായിരുന്നു. വളരെ കഷ്ടപ്പാടുപെട്ടാണ് ഞാൻ ഈ പായസം ഉണ്ടാക്കുന്നത്. 2 പാക്കറ്റ് പാല് വെട്ടി അതിനകത്തൊഴിച്ച്, പിന്നെ സേമിയയ്ക്കുള്ള എല്ലാ കൂട്ടും അതിനകത്തിട്ട്, എല്ലാം പാക്കറ്റിലുണ്ടായിരുന്നതുകൊണ്ട് ഭയങ്കര കഷ്ടപ്പാടായിരുന്നു. പിന്നെ എല്ലാം കുറച്ച് നേരം നിന്ന് ഇളക്കി അവിടെ നിന്ന് വർത്താനൊക്കെ പോകും. ഈ സമയത്താണ് അപ്പൻ്റെ ഗസ്റ്റ് റൂൾ ടാറ്റയൊക്കെ തന്നിട്ടാണ് പോകുന്നത്. പിന്നെ എൻ്റെ കുറേ ഗോഷ്ടിയും എല്ലാം കഴിഞ്ഞപ്പോൾ പായസം റെഡി. പായസത്തിൻ്റെ പുറത്ത് എഴുതിയതിലോ കാൽക്കുലേഷനിലോ ഒന്നല്ല ഞാൻ പായസം വെച്ചു. പക്ഷെ പായസം കറക്റ്റായിരുന്നു. പിന്നെ എന്ത് സാധനം വെച്ചാലും അപ്പം തന്നെ വൃത്തിയാക്കി പോയി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് കയറി ചെല്ലണ്ടല്ലോ. അതുകൊണ്ട് അപ്പം തന്നെ ഞാൻ വൃത്തിയിട്ടു. എൻ്റെ ഓവർ ആത്മാർത്ഥതയല്ല, അല്ലെങ്കിൽ അമ്മ അതിലെ ചെരിവ് കൊടുത്തടിക്കും. അതുകൊണ്ട് മാത്രമാണ് ഈ ക്ലീൻ ചെയ്യൽ എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഈ ക്ലീൻ ചെയ്യൽ കഴിഞ്ഞപ്പോഴത്തേക്കും അപ്പനും അമ്മയും എല്ലാവരും കുളിച്ച് ഫ്രഷായി വന്നു. നമ്മൾ പ്രാർത്ഥനയൊക്കെ എത്തിച്ച് കേക്ക് മുറിച്ചു. ഇത് കണ്ടിട്ട് ആരും വിഭവസമൃദ്ധി കുറച്ച് കൂടിപ്പോയെന്ന് വിചാരിക്കേണ്ട. ഇതിൽ അമ്മയ്ക്ക് കൈ വയ്യാത്തതുകൊണ്ട് അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി കുക്ക് ചെയ്ത് കൊണ്ടുതന്ന ഫുഡും ഞങ്ങൾ പോയി മേടിച്ച ഫുഡും പൊറോട്ടയ്ക്കുള്ള ഗ്രേവി വരെ ഞാൻ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് വിഭവസമൃദ്ധി കൂടിയെന്നും പറഞ്ഞ് ആരും കമൻ്റ് ഇടാൻ വരരുത്. ആരും വീട്ടുകാരെ വിളിച്ചൊന്നും പറയുകയും ചെയ്യരുത്. ഇനി അത് കണ്ടിട്ട് വേണം അവരെന്നെ പൊങ്കാലിടാൻ. സ്നേഹം കൊണ്ട് വാരി കൊടുക്കുന്നതല്ല, കൈക്ക് വയ്യാത്തത് കൊണ്ട് വാരി കൊടുക്കുന്നത്. അവരുടെ സ്നേഹം ഇല്ലായ്മയൊന്നുമില്ല. പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ എൻജോയ് ചെയ്തിരുന്നു. കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് വർത്താനമൊക്കെ പറഞ്ഞ് ആ സമയത്ത് നെസ്റ്റുമായിട്ട് ടി വിയിൽ കടമറ്റത്ത് കത്തനാർ പോകുന്നുണ്ടായിരുന്നു. അപ്പോൾ അതും കണ്ട് ഞങ്ങളെല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞ് അമ്മയുടെ മുഖം കണ്ടാലേ അത് നമുക്ക് ഈ ഫുഡൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല. അപ്പോൾ ഞങ്ങളങ്ങനെ ഫുഡൊക്കെ കഴിച്ച് എൻജോയ് ചെയ്ത് നിന്നു. ദാറ്റ്സ് ഓൾ ഫോർ ദ ഡേ. അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് അത് പൂക്കി ഡാഡി ടാറ്റ തന്നെ അവസാനിപ്പിക്കുന്നു. വൺസ് അഗെയിൻ ഹാപ്പി ബർത്ത്ഡേ അപ്പ.